യൗവനമേ, ചോസൻ തൻ്റെ യാത്ര തുടരുകയാണ്. നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിനും നിങ്ങൾ അന്വേഷിക്കുന്ന പ്രതീക്ഷകൾക്കും ഒരു മുഖമുണ്ട്. അത് കാൽവരിയിൽ രക്തം ചിന്തിയ ഈ ലോകത്തിൻ്റെ ഉടയവനായ നസ്രാനായ യേശുവിൻ്റെ മുഖം നമ്മൾക്കായി തുറക്കുവാൻ കാത്തിരിക്കുന്നു. ഇന്ന് ചോസൻ ഡീൽ ചെയ്യുക ഒരു വർഷത്തിൻ്റെ അന്ത്യത്തിൽ എങ്ങനെയാണ് ആ വർഷത്തെ നേരിടാൻ പറ്റുക. യാത്ര പറയുകയാണ് നിലവിൽ നിൽക്കുന്ന ഈ വർഷം. എന്നാൽ പുതിയൊരു വർഷം നമ്മളുടെ പടിവാതിലിലാണ്. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി എങ്ങനെ മുന്നോട്ട് പോകാം. അതിനുപരി ഞാൻ കടന്നു പോകുന്നത് വളരെ അങ്കലാപ്പുകളും ആകുലതകളുമാണെങ്കിൽ എങ്ങനെയാണ് നേരിടാൻ പറ്റുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ യൗവനമേ, നമ്മളൊന്ന് കാണാൻ പോവുകയാണ് എങ്ങനെ ഒരു വർഷത്തെ അത് അവസാനിക്കുമ്പോൾ നമ്മൾക്ക് നേരിടാം, എങ്ങനെ മുന്നോട്ട് ഒരു റോക്കറ്റ് പോലെ കുതിക്കാൻ നമുക്ക് അവസരമുണ്ടാകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. സന്തോഷത്തോടെ നമുക്ക് കാത്തിരിക്കാം. ലോകത്തിൽ ഒരു പഠനം നടന്നു. ലോകത്തിൽ ഏറ്റവും സ്ഥിരമായി നിൽക്കുന്ന ഒരു കാര്യം എന്താണ്? എല്ലാ വസ്തുക്കളും പഠന വിഷയമായി മാറി. അവസാനം സയൻറ്റിസ്റ്റുകൾ ഒരു തീരുമാനം കണ്ടെത്തി. അതിൻ്റെ കൺക്ലൂഷൻ ഇതായിരുന്നു: ലോകത്ത് സ്ഥിരമായി നിൽക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. ദ അൺചേഞ്ചബിൾ തിങ് ഇൻ ദ വേൾഡ് എന്ന് പറയുക ചേഞ്ച് മാത്രമാണ്. കാരണം എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു. ലോകത്ത് മാറാത്തത് ഒന്നുമില്ല. എന്നാൽ പ്രിയ യൗവനമേ, ഇനി എങ്ങനെയാണ് ഒരു വർഷത്തേക്ക് ഞാൻ കടന്നു പോവുക? ഇതൊരു പ്രോസസ്സാണ്. ഇതിൻ്റെ ആക്ടിവിറ്റി പ്രോസസ്സിലേക്ക് നമുക്കൊന്ന് കടക്കാം. ലോകത്ത് പ്രത്യേകിച്ച് വെസ്റ്റേൺ രാജ്യങ്ങൾ എല്ലാം തന്നെ വ്യക്തിപരമായി വർഷാവസാനം ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുമ്പോൾ ഒരു ഓഡിറ്റിങ്ങിലൂടെ കടന്നു പോകുന്നതായി കാണുവാൻ പറ്റുന്നുണ്ട്. ബിസിനസ്സിലെടുത്താൽ അത് ഇന്ത്യയാണെങ്കിലും മറ്റ് രാജ്യങ്ങളാണെങ്കിലും ഒരു ഫേമോ ഇൻഡസ്ട്രിയോ ബിസിനസ്സോ അവരൊരു ഓഡിറ്റിങ്ങിലൂടെ തങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെയായാലും പ്രോഫിറ്റും ലോസും അവർ ടാലി ചെയ്യും. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇതൊരു അമേസിങ് ഫാക്റ്റാണ്. ഈ ലോകത്ത് ഓഡിറ്റിംഗ് ഇല്ലാതെ കടന്നു പോകുന്ന ഒരു വലിയ ജനമെന്ന് പറയുക വിശ്വാസ ജീവിതത്തിലാണ്. നമ്മൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റാണ് ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോവുക. ഒരു ചേഞ്ച് എൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ യൗവനമേ, ഒരു സ്പിരിച്വൽ ഓഡിറ്റിങ് നീഡഡാണ്. ബൈബിൾ എടുത്താൽ എല്ലാ ഫേമസായ പ്രോഫറ്റ്സും അതുപോലെ വളരെ പ്രധാനമായി ദൈവം തിരഞ്ഞെടുത്തവരും ഓരോ സ്റ്റേജിലും ഒരു ഓഡിറ്റിങ്ങിന് ദൈവം അവസരമൊരുക്കുന്നതായി കാണുവാൻ പറ്റുന്നുണ്ട്. അത് ഏത് വ്യക്തിയുടെ ജീവിതത്തിലുമുണ്ട്. അത് ഏലിയ ആകാം, മോസസ്, ജോഷുവ, എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം ഒരു റീതിങ്കിങ്ങിന് അവസരം ഒരുക്കുന്നുണ്ട്. ഈ ഒരു വർഷം ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മളിന്ന് കടന്നു പോവുക ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ് പ്രോസസ്സിലാണ്. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7 സഭകളെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ എഴുതുമ്പോൾ എഫെസസ് എന്നൊരു സഭയോട് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം തൊട്ട് വായിച്ചാൽ ഇങ്ങനെ കാണുവാൻ പറ്റും. സഭയോട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്: നിൻ്റെ പ്രയത്നങ്ങളും നിൻ്റെ വിശ്വാസവും
നിന്റെ പിടിച്ചു നിൽപ്പും നിന്റെ ചെറുത്തു നിൽപ്പും ഒക്കെ ഞാൻ അറിയുന്നു. നിനക്ക് ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും വളരെ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതും ഞാൻ അറിയുന്നു. എന്നാൽ തുടരുമ്പോൾ ഇങ്ങനെ പറയുന്നു, എന്നാൽ എനിക്ക് നിനക്കെതിരെ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. നിനക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹം ഇന്നെവിടെയാണ് എന്ന് ചിന്തിക്കാൻ ബൈബിൾ ആവശ്യപ്പെടുകയാണ്. ഒരു ലോജിക് ഇവിടെ കടന്നു വരുന്നു. ചിന്തിക്കണം, നമ്മുടെ ആദ്യ സ്നേഹവും ഇന്ന് കടന്നു പോകുന്ന സ്നേഹവും തമ്മിൽ ഒരു വേരിയേഷൻ ഉണ്ടോ എന്നുള്ളത്. എന്നിട്ട് തൊട്ടടുത്ത വാക്കിൽ പറയുന്നു, നീ ഏതവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചെന്ന് ചിന്തിച്ച് അവയെക്കുറിച്ച് ധ്യാനിച്ച് തിരികെ വരുവാൻ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. യൗവനമേ, സംഭവ ബഹുലമായിരിക്കാം നമ്മളുടെ ഈ ഒരു വർഷം. പ്രതീക്ഷാ നിർഭരമൊന്നും അങ്ങനെ അറിയാൻ പറ്റുന്ന വലിയ കാര്യങ്ങളൊന്നും കാണിയാലായിരിക്കാം. വളരെ സ്ട്രഗിൾസും ബ്രോക്കൺനെസ്സും ഒക്കെ കടന്നു പോയിരിക്കാം. എന്നാൽ അതോടൊപ്പം ചില വ്യക്തികൾക്ക് വളരെ സന്തോഷവും സമാധാനവും തരുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ വർഷത്തിൽ നടന്നു പോകാം. എങ്ങനെയായാലും ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സ്പിരിച്വലി നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോവുകയാണ്. പ്രിയപ്പെട്ട യൗവനമേ, എവിടെയാണ് നിൽക്കുന്നതെങ്കിലും ഇന്നത്തെ ദിവസം ഒരു കുറച്ച് സമയം ഒറ്റയ്ക്കായിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും നിങ്ങളൊരു ലോൺലി പ്ലേസ് ദൈവത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തി അതൊരു ആരാധനയിലേക്ക് മാറുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാൻ ദൈവം ഒരവസരം തരും. സ്പിരിച്വൽ ഓഡിറ്റിംഗ് പ്രോസസ് നമ്പർ 1. എന്താണ് ചെയ്യേണ്ടത്? തുടങ്ങേണ്ടത് ദൈവത്തിൻ്റെ മുന്നിൽ കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് ഒരു ഒബ്സർവേഷൻ പ്രോസസ്സിലേക്ക് വരണം. ഈ പ്രോസസ്സിൽ വളരെ വ്യത്യസ്തമായി നിങ്ങൾ ചിന്തിച്ചേ മതിയാവുകയുള്ളൂ. പ്രിയ യൗവനമേ, ശ്രദ്ധിച്ചോണേ, ഇലക്ട്രിസിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സ്വിച്ചിന് ഉള്ള സാധ്യത. ഒരു വയർ കട്ട് ചെയ്യുന്നു, അതിനെ രണ്ടിനെയും കൂട്ടിമുട്ടിക്കുന്ന ഒരു പ്രോസസ്സാണ് സ്വിച്ച് എന്ന് പറയുക. നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു സൈഡിൽ വിശ്വാസമാകുന്ന വയറും മറു സൈഡിൽ പശ്ചാത്താപമാകുന്ന റിപ്പൻഡൻസ് ആകുന്ന വയറും തമ്മിൽ കൂട്ടിമുട്ടിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ലൈറ്റ് കത്തണമെന്ന് നിർബന്ധമില്ല. ലോകത്ത് വിശ്വാസികൾ എപ്പോഴും വിളിച്ചു പറയുന്ന വാക്യമാണ് ഫെയ്ത്ത്. എന്നാൽ അതോടൊപ്പം അവർ ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമാണ് റിപ്പൻഡൻസ്. രണ്ടും സൈഡ് ബൈ സൈഡായി, രണ്ടും ഒരുപോലെ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് കത്തണമെന്ന് ഇല്ല. പ്രിയപ്പെട്ട യൗവനമേ, ഒബ്സർവേഷൻ പോയിന്റിലേക്ക് നമുക്ക് വരാം. ഒരു സ്പിരിച്വൽ ബൈനോക്കുലർ നമ്മുടെ ജീവിതത്തിൽ അവൈലബിൾ ആണ്. അത് നമ്മുടെ ആത്മീയ മനുഷ്യനെ ദൈവത്തിന് മുന്നിൽ ഒന്ന് പുറകോട്ട് നടക്കുവാൻ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പണ്ടത്തെ വഴിക്കണക്ക് പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കണക്ക് ചെയ്യും. അപ്പോൾ ടീച്ചർ വന്നിട്ട് ചോദിക്കും ഈ ആൻസർ ഒന്ന് കാണിക്കുവാൻ. നമ്മൾ റൈറ്റ് ആണെന്നോർത്ത് ബുക്ക് എടുത്ത് കാണിക്കുമ്പോൾ ടീച്ചർ വെട്ടിയിട്ട് പറയും, ഇത് ശരിയല്ലല്ലോ, നീ ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കുവാൻ. അങ്ങനെ സ്റ്റെപ്പുകളെ ഓരോന്നായി ബാക്കിലേക്ക് പോകുന്ന ആ പ്രോസസ്സിനെയാണ് സ്പിരിച്വൽ ഒബ്സർവേഷൻ എന്ന് മനസ്സിലാവുക. അപ്പോൾ നമ്മളിങ്ങനെ പുറകോട്ട് പോകും. ഓഗസ്റ്റ്, ജൂലൈ, ജൂൺ, ഫെബ്, ജാനിലെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എവിടെയോ അവിടെ വെച്ച് എനിക്കൊരു മാറ്റമുണ്ടായി. അതല്ലെങ്കിൽ ഫെബിൽ വെച്ചാണ് എനിക്ക് മനസ്സിലായത് എവിടെ വെച്ചോ എനിക്കൊരു നഷ്ടമുണ്ടായി. അവിടെ ഒരു പോയിൻ്റ് കുത്തി ആ പ്രോസസ് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരും, എവിടെയാണ് എനിക്ക് മാറ്റം ഉണ്ടാവേണ്ടത്. അങ്ങനെ ഒബ്സർവേഷൻ പല തലങ്ങളിൽ നമ്മൾ കൊണ്ടുപോകണം. നമുക്ക് ആ ഒരു 2 തലങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. യൗവനമേ, ഒരു സൈഡിൽ നമ്മൾ ചിന്തിക്കേണ്ട പ്രോസസ് റിലേഷൻഷിപ്പാണ്. രണ്ടാമത്തേത് ഹോളിനെസ് ആണ്. ഈ രണ്ടിനെയും ഒബ്സർവ് ചെയ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാതെ ജീവിതത്തിൽ അടുത്തൊരു വർഷത്തെ നേരിടാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. നമുക്കൊന്ന് നോക്കാം. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാണുവാൻ പറ്റും
യേശു നമ്മൾക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ് ക്രോസ്, കുരിശ്. കുരിശിന് 2 ആംഗിളാണ് ഉള്ളത്. ഒന്നൊരു വേർട്ടിക്കൽ ആംഗിളും 2 ഹൊറിസോണ്ടൽ ആംഗിളും. ഈ വേർട്ടിക്കൽ ആംഗിൾ വളരെ ലെങ്തിയാണ്. അതിൻ്റെ അർത്ഥം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ ബേസിലാണ് നമ്മൾക്ക് മനുഷ്യനും തമ്മിലുള്ള ബന്ധം വർദ്ധിക്കുക. എന്ന് വെച്ചാൽ വേർട്ടിക്കൽ ലൈനിൻ്റെ സ്ട്രെങ്ത് ഹൊറിസോണ്ടൽ ലൈനിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതായി കാണുവാൻ പറ്റും. അപ്പം 2 തരത്തിലുള്ള റിലേഷൻഷിപ്പ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ഞാനും ദൈവവും തമ്മിലുള്ള ബന്ധവും, അതോടൊപ്പം ഞാനും എൻ്റെ സുഹൃത്തോ എൻ്റെ സമൂഹവും തമ്മിലുള്ള മാനവികതയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. കഴിഞ്ഞ നാളിൽ ഒരു ചെറുപ്പക്കാരൻ അതിശക്തമായി വിശ്വാസത്തിലും വചനത്തിലും കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ അങ്ങനെ കോളേജിലേക്ക് എൻട്രി ആയി. അവിടെ വെച്ച് അവൻ ചില കൂട്ടുകെട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയം വന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു, കാലങ്ങൾ കഴിയുന്നു. അവൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷകളില്ലാതാകുന്ന ഒരു സാധ്യത. കാരണം അവൻ്റെ എക്സാം അവൻ ഫെയിലിയറായി. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, ഈ ഒരു സമയത്ത് അവൻ കർത്താവിൻ്റെ അടുത്തേക്ക് ഓടിയെടുക്കുവാൻ ഒരു തീരുമാനം. അങ്ങനെ ഒരു ധ്യാനത്തിൽ വെച്ചാണ് അവനെ കൂട്ടിമുട്ടുക. ഈ കൂട്ടിമുട്ടിയപ്പോൾ ദൈവം അവനോട് റിവീൽ ചെയ്ത ഒരു സംഭവം ഇതാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ ഫ്രണ്ട്ഷിപ്പിന് വളരെ പ്രാധാന്യം കൊടുത്തു. അങ്ങനെ ദൈവവുമായുള്ള ബന്ധത്തെക്കാൾ ഉപരി മനുഷ്യനുമായുള്ള ബന്ധത്തിൽ അവന് ചില ബുക്കുകൾ വായിക്കാൻ കിട്ടി. അവിടെ വിശ്വാസ ജീവിതത്തിൻ്റെ കൺഫ്യൂഷൻ അവന് ഡെവലപ്പ് ചെയ്തു. യേശു സത്യമാണോ എന്ന് വരെ ചിന്തിക്കുന്ന വിശ്വാസ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങൾ അവൻ്റെ അകത്തേക്ക് വന്നു. ഇവനൊരു ഒബ്സർവേഷൻ പ്രോസസ്സ് എടുത്ത് റിലേഷൻഷിപ്പിനെ ഇവൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഇവന് മനസ്സിലായി ഇവൻ്റെ ദൈവത്തോടുള്ള ബന്ധം പരിപൂർണമായി തന്നെ ഉപേക്ഷിക്കുന്ന തലത്തിലേക്ക് വന്നു. ഇതിന് പകരം ഇവൻ്റെ കൂട്ടുകാരുമായി ബന്ധം സ്ഥാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഇവൻ്റെ മാതാപിതാക്കളും ഇവൻ്റെ കുടുംബത്തിലുള്ള വ്യക്തിത്വങ്ങളുമായി ഇവൻ സ്ഥിരം വഴക്കിലേക്കും അവരുമായി ഒരു രമ്യതയില്ലാത്ത സാധ്യത അവന് ഡെവലപ്പ് ചെയ്തു. ഇതിന് കാരണം ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എവിടെയോ ഇല്ലാതായി. എങ്ങനെയാണ് ദൈവവുമായി റിലേഷൻ എടുക്കുക? 2 രീതിയാണ് റിലേഷൻഷിപ്പ്. ഒന്ന് മെക്കാനിക്കൽ, 2 ലൈഫ് പ്രോസസ്സാണ്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ അതിനൊരു റൊട്ടീനാണ്. അതിങ്ങനെ ഒരു മെഷീൻ കടന്നു പോകുന്നത് പോലെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ അതിനൊരു വലിയ ആഴമേറിയ ഒരു ബോണ്ട് ദൈവവുമായി ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. റെഗുലർ പ്രാർത്ഥനകൾ, റെഗുലർ മുട്ടുകുത്തലുകൾ, ഇതൊന്നും ദൈവവുമായി പരിപൂർണമായി അടുപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ റിലേഷൻഷിപ്പ് മെക്കാനിക്കലാണോ ലൈവാണോ? നിങ്ങൾക്കറിയാമല്ലോ, ജനസിസ് ചാപ്റ്റർ 4 2 പ്രധാനപ്പെട്ട വ്യക്തികളെ ദൈവം ബൈബിളിലൂടെ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഒന്ന് ഏബേൽ, 2 കെയിൻ. ഏബേലും കെയിനും 2 പേരും ദൈവവുമായി ബന്ധം സ്ഥാപിച്ചു. എന്നാൽ ഏബേലിൻ്റെ ബലിയെ ദൈവം അഗ്നിയാൽ സ്വീകരിക്കുന്നതായി കാണുവാൻ പറ്റും. കെയിനോട് പറയുന്നു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ എന്ന് വെച്ചാൽ കെയിൻ്റെ റിലേഷൻഷിപ്പിൽ ഉചിതമല്ലാത്ത ഒരു റിലേഷൻഷിപ്പ് അവൻ ഡെവലപ്പ് ചെയ്തു. 2 പേരും ദൈവത്തെ സ്നേഹിച്ച്, എന്നാൽ ഏബേൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തു. ഇവിടെ കെയിനാകട്ടെ, അവൻ ഒരു കാലത്തും ദൈവവുമായി ഒരു ലൈവായ റിലേഷൻ ക്രിയേറ്റ് ചെയ്തില്ല. മെക്കാനിക്കലായിപ്പോയി. കുറച്ച് പ്രാർത്ഥനകൾ, ദൈവം ആഗ്രഹിക്കുന്ന ഇതായിരിക്കും എന്ന് ഇവൻ ചിന്തിച്ച് ഇവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവവുമായി ബന്ധപ്പെട്ടു. പ്രിയപ്പെട്ട മക്കളെ, മെക്കാനിക്കൽ റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ഒരു റിലീജിയസിറ്റിക്ക് അപ്പുറം ഒരു സ്പിരിച്വാലിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. റിലീജിയസിറ്റി എപ്പോഴും റിലീജിയനോട് അടുപ്പിക്കും. എന്നാൽ ആത്മീയതയാണ് ഉപകാരം. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല.
എന്നാൽ ആത്മാവാണ് ജീവൻ തരിക. മക്കളെ, എവിടെയാണ് പ്രോബ്ലം? എൻ്റെ റിലേഷൻഷിപ്പിൽ ഞാൻ ദൈവവുമായി ഒരു ലോൺലി ഒരു ലെവലിലേക്കാണ് പോയിരിക്കുക. ദൈവത്തെ നമുക്കിന്ന് കൂട്ടിമുട്ടണം, വചനമെടുക്കണം, ദിവ്യകാരുണ്യം എടുക്കണം. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് യേശുവിൻ്റെ മുമ്പിൽ, ദിവ്യകാരുണ്യത്തിന് മുന്നിൽ ഒറ്റയ്ക്കൊന്നിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ബോധ്യതലങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊന്നാമത്തെ പ്രോസസ്സ് നമ്പർ 2. ഈ പ്രോസസ്സ് നമ്പർ 2-ൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ റിപ്പൻഡൻസ് ഫാക്ടേഴ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഏരിയ, പശ്ചാത്താപത്തിൻ്റെ മേഖലകൾ. പ്രിയപ്പെട്ട യൗവനമേ, എവിടെയാണ് ഈ മേഖലയിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത്? വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം പശ്ചാത്താപം. ഞാൻ 3 പ്രധാനപ്പെട്ട തലങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഇംഗ്ലീഷിലൊരു വേർഡുണ്ട്, കാർണാലിറ്റി. നമ്മൾ ദൈവവുമായുള്ള ഒരു പാപം അല്ലെങ്കിൽ ദൈവവുമായി അകലുവാൻ കാരണമാകുന്നതിൻ്റെ ഒരു റീസൺ, റിലേഷൻഷിപ്പ് കട്ട് ചെയ്യാനുള്ള റീസൺ നമ്പർ 1 അതെന്താണെന്ന് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. നോർമലി യൗവനത്തിനാണ് ഈ ഒരു സാധ്യത കടന്നു വരിക. പ്രിയപ്പെട്ട യൗവനമേ, ശ്രദ്ധിച്ചുകൊള്ളുക. ആദ്യത്തെ പ്രോസസ്സ് കാർണാലിറ്റി എന്നൊരു വേർഡ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. ഈ വേർഡിന് ഇങ്ങനെയാണ് പറയുക: ഫ്ലഷ്, വേൾഡ്, അതുമല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പോസിബിലിറ്റിക്കാണ് കാർണാലിറ്റി എന്ന് പറയുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആരോടാണ്, എന്തിനോടാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുവാൻ പറ്റിയത്? അത് ഈ ലോകത്തോടാണോ, അല്ലെങ്കിൽ ലോകവുമായി ബന്ധപ്പെട്ട ഏത് സാധ്യതയ്ക്കാണോ? അത് ഏതെങ്കിലും മേഖലയായിരിക്കാം. എൻ്റെ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഫിലിംസ്, മറ്റേതെങ്കിലും ഗെയിം, സ്പോർട്സ്, അല്ലെങ്കിൽ ബോഡി ബിൽഡിങ്, എൻ്റെ ഫിഗർ, അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റീരിയൽസ്, ഡ്രസ്സ്, അങ്ങനെ കംപ്ലീറ്റ്. ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമില്ലാഴികയല്ല ഉള്ളത്. പിന്നെയോ ദൈവത്തെക്കാൾ ഉപരിയായി ഒരു വസ്തു എൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അവയെല്ലാം സ്വർഗരാജ്യത്തിന് വെളിയിലാണ് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യൗവനമേ, ഈ ഒരു പ്രായത്തിൽ ഇടിച്ചു കയറുന്ന ഒരു പ്രോസസ്സാണിത്. എൻ്റെ ഫിഗറും എൻ്റെ മസിൽസും എൻ്റെ ഷെയ്പ്പും ഇതിന് ചേർന്ന ഒരു ലൈഫിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്ത് അത് മാത്രമായി മാറുമ്പോൾ എന്നിലുള്ള അനോയിൻറ്റിങ്, ദൈവവുമായിട്ടുള്ള അഭിഷേകത്തിന് ഒരു മാറ്റം വരും. ആ മാറ്റത്തെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. എവിടെയാണ് ഞാൻ അധപ്പതിച്ചെന്ന് ചിന്തിച്ച് തിരികെ വരുന്നത് നല്ലതാണ്. വിലാപങ്ങൾ എന്നൊരു ബുക്കിൽ, ബൈബിളിൽ 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ, അതിങ്ങനെയാണ് ചോദിക്കുക: സ്വർണം എങ്ങനെ മങ്ങിപ്പോയി? തങ്കത്തിൻ്റെ തൂക്കത്തിന് വിലയുള്ള മക്കൾ ഇതെങ്ങനെയാണ് നഷ്ടമായത്? കവലകളിലെ കല്ലുകൾ പോലെ ഇവരെങ്ങനെയാണ് ചതറിക്കപ്പെട്ടത്? പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു മങ്ങലും ചെതറലും ഒക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക: ലോകം നമ്മളെയും കൊണ്ട് പോയി എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ലോകത്തിൽ നിന്ന് അകന്നു നടക്കുവാൻ നമുക്ക് പറ്റണമെന്നില്ല. യേശു ഇവിടെ ആയിരുന്നുവെങ്കിലും, ലോകത്തായിരുന്നുവെങ്കിലും ലോകത്തെ സ്നേഹിച്ചില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം ലോകത്തെ സ്നേഹിക്കരുത്, അതിനെ നമ്മൾ ഉപയോഗിക്കുകയേ ചെയ്യാമുള്ളൂ നമ്മുടെ നീഡിന് വേണ്ടി. രണ്ടാമത്തെ മെയിൻ പ്രോസസ്സാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ സെക്ഷുവാലിറ്റി. പ്രിയപ്പെട്ട മക്കളെ, ഇതിനൊരു പോയിൻ്റ് എപ്പോഴും കടന്നു വരും. ആ പോയിൻ്റ് എന്ന് പറയുക, ഏറ്റവും പ്രധാനമായി വരിക ഈ മൊബൈൽ ഗാഡ്ജറ്റ്സുകളാണ്. പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ്, സ്പീഡ്. നമ്മൾ പല അസൈൻമെൻറ്റ്സും പ്രോജക്റ്റും ഒക്കെ ചെയ്യാൻ, ചില ഇമെയിലുകളൊക്കെ ചെയ്യാൻ ഇതിൻ്റെ അകത്തേക്ക് കയറി ഇതിൻ്റെ അകത്ത് നമ്മൾ പെട്ടുപോകും. അവിടെ തൊട്ട് ചില പോണോഗ്രാഫി, ചില മാസ്റ്റുർബേഷൻസ്. അത് അഡിക്ഷൻ എന്നൊന്നും നമ്മൾ പറയില്ല, പക്ഷെ ഓൺ ഓഫായി അതിൽ നമ്മൾ ഡിപ്പ് ചെയ്താൽ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ഈ ഒരു വർഷത്തിന് ഒരു പുതുമ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഈ ഏരിയയിൽ എവിടെയാണ് എനിക്ക് പ്രോബ്ലമെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് നല്ലതാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട മേഖലയെന്ന് പറയുക, റിലേഷൻഷിപ്പിൽ നമ്മൾ ഇതുവരെ ചിന്തിക്കാത്ത ചില റിലേഷൻ. ഞാൻ ഫ്രണ്ട്ഷിപ്പ് അല്ല പറയണത്,
അതിനപ്പുറം എൻ്റെ ജീവിത പങ്കാളിയാകാൻ തക്കവിധം ചില വ്യക്തികളെ ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നിനക്കതിനുള്ള അവകാശമില്ല. ഒരു കാര്യം ഓർത്തുകൊള്ളുക, ആദത്തിന് തൻ്റെ ജീവിത പങ്കാളിയെ ദൈവം കൊടുക്കുമ്പോൾ ആദം ഗാഢ നിദ്രയിലായിരുന്നു. എൻ്റെ കോളേജിൽ എൻജിനീയറിംഗ് ഡിഗ്രിയിൽ എൻ്റെ അതേ ഹൈറ്റിൽ, എൻ്റെ അതേ ഷേപ്പിൽ, അതേ പാട്ടുപാടുന്ന, ഒരേ കളറിടുന്ന ഒന്നും ബാധകമല്ല മക്കളെ. നമുക്കവിടെ ഒരു ചിന്ത ഉണ്ടാകുന്നത് നല്ലതാണ്. ഇത് ദൈവഹിതമാണോ എന്ന് ചിന്തിക്കേണ്ടി വരും. ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ബ്ലോക്ക് വന്നിട്ടുണ്ടോ? അതുകൊണ്ടാണോ ഈ ഒരു വർഷം ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്തത്? ഇതുകൊണ്ടാണോ എൻ്റെ പഠനം ഇത്രയും ഫെയിലിയറായത്? എവിടെയൊക്കെയോ ഒബ്സർവേഷൻ പോയിന്റിൽ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഒരു കാര്യം ഓർത്തുകൊള്ളുക, കഴിഞ്ഞ നാളിൽ ഒരു പെൺകുട്ടി പ്രാർത്ഥിക്കാനായി എൻ്റെ മാതാപിതാക്കൾ കൊണ്ടുവന്നു. ആ കടന്നു വന്ന പെൺകുട്ടി ഒരു റിലേഷൻഷിപ്പിൽ പെട്ടിരുന്നു. ആ റിലേഷനിൽ വന്ന ചെറുപ്പക്കാരനോ ഒരു അക്രൈസ്തവനും. ഇവൾ പറഞ്ഞൊരു കാര്യം ഇതാണ്: എനിക്ക് അപ്പനെയും അമ്മയും ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇവനെ എനിക്ക് ഉപേക്ഷിക്കാനാവുന്നില്ല. ഇവളെ കൺവിൻസ് ചെയ്യാൻ നോക്കി, പലതരത്തിലുള്ള ധ്യാനങ്ങൾ, അവസാനം അവളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന തരത്തിലുള്ള കൗൺസിലിങ്, എല്ലാത്തിൻ്റെയും നടുവിൽ അവളൊരു ഡിസിഷൻ എടുത്തു, ഞാൻ ഇത് ബ്രേക്ക് ചെയ്യുകയാണ്. എന്നാൽ ഒരു ആഴ്ച കഴിയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു ന്യൂസ് കേട്ടു. ഇവൾ ഈ ചെറുപ്പക്കാരുടെ കൂടെ കടന്നു പോവുകയും ഇവരൊരുമിച്ച് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് അവൾ മതം മാറിയതായി അവൾ വ്യക്തമാക്കി. പ്രിയപ്പെട്ട മക്കളെ, എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇവൾ റിപ്പൻറ്റ് ചെയ്ത് തിരികെ പോയതിനു ശേഷം വീണ്ടും ഇവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ടായി. എന്ന് വെച്ചാൽ വീണ്ടുമുള്ള ഫിഷിങ് നമ്മളെ ഈ ഒരു രാജ്യത്തു നിന്ന് അകറ്റും എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ട മക്കളെ, പിന്നീട് 3-4 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ പെൺകുട്ടിയുടെ ജീവിതം വളരെ കഷ്ടമായി. അതിൻ്റെ വീട്ടിൽ നിൽക്കാനാവാത്ത സാധ്യതകൾ, സൂയിസൈഡ് ടെൻഡൻസിയിൽ ആത്മഹത്യ ട്രൈ ചെയ്യുമ്പോഴാണ് മാതാപിതാക്കൾ അതിനെ തിരികെ എടുക്കുവാൻ പോകുകയും തിരികെ കൊണ്ടുവരികയും ചെയ്തത്. നമുക്കൊരു വാക്ക് ഇവിടെ എടുക്കേണ്ടി വരും. എവിടെയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ ഫീഡ്ബാക്കിൻ്റെ ഈ ഒരു ഫോമിൽ, ഒരു സ്പിരിച്വൽ ഓഡിറ്റിങ്ങിൻ്റെ ഫോമിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്കൊന്ന് ടാലി ചെയ്യാം. നിങ്ങൾ എവിടെ ഇരുന്നാലും ടൈം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി ഇതൊരു ക്രൈസ്റ്റ് കൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ടൈമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ചിന്തിക്കുക. വളരെ വലിയ മുട്ടുകുത്തലോ വളരെ വലിയ പ്രാർത്ഥനയോ ആയിരിക്കില്ല നമ്മളെ രക്ഷിക്കുക. ഇന്ന് നമുക്ക് കൈകളൊന്ന് മാറോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് എവിടെയെങ്കിലും ഒന്ന് ദൈവത്തിന് മുന്നിലായിരിക്കുക. പറ്റുമെങ്കിൽ ബൈബിൾ എടുത്തുകൊള്ളുക. ഒരാരാധനയുടെ മുന്നിലേക്ക് പോയി നമുക്ക് ഒബ്സർവ് ചെയ്യാം. എൻ്റെ റിലേഷൻഷിപ്പ് ദൈവവുമായിട്ടുള്ളതും മനുഷ്യനുമായിട്ടുള്ളതും ഞാനൊന്ന് ഒബ്സർവ് ചെയ്ത് അതോടൊപ്പം റിപ്പൻറ്റ് ചെയ്യേണ്ട എല്ലാ മേഖലകൾക്കും ഒരു തീരുമാനമെടുക്കുവാനുള്ള ഒരു വലിയ ബോധ്യം നമ്മുടെ നെഞ്ചിൽ ഏറ്റെടുത്ത് നമുക്കൊന്നൊരുങ്ങാം. കണ്ണുകളടയ്ക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ വലിയ ദൈവമാണ്. നിന്നെപ്പോലെ ഒരു ദൈവം എൻ്റെ ജീവിതത്തിലില്ല. ഈ കഴിഞ്ഞ ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ ജാനുവരി തൊട്ട് ഈ ഡിസംബർ വരെയും ഒരു വല്ലാത്ത കാലഘട്ടമായിരുന്നു. എവിടെയൊക്കെയോ ഞാൻ വീണു, എവിടെയൊക്കെയോ ഞാൻ ഒറ്റപ്പെട്ടു, എവിടെയൊക്കെയോ ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവമേ, നിൻ്റെ വലിയ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. എനിക്ക് തിരികെ വരണം. 3 പ്രാവശ്യം തള്ളിക്കളഞ്ഞ പത്രോസ് 3 പ്രാവശ്യം ഏറ്റുപറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന വാക്കോടുകൂടി തിരികെ വരുവാൻ പറ്റി. എൻ്റെ ദൈവമേ, ഇന്നത്തെ ദിവസം എന്നെ പരിപൂർണമായി നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ സ്പിരിച്വൽ ഓഡിറ്റിംഗ് ഏറ്റെടുക്കുന്ന ഈ മക്കളുടെ ജീവിത തലങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവഹിക്കട്ടെ. എവിടെയാണോ ദൈവത്തിൽ നിന്ന് അകന്നു പോയത്, എവിടെയാണോ വീണത്, ദൈവമേ, മുറിവേറ്റതിനെ നീ വെച്ച് കെട്ടണം, വീണതിനെ നീ കൈപിടിക്കണം, തളർന്നതിൻ്റെ മേ നീ കോരിയെടുക്കണം, നിൻ്റെ മാറോട് നീ ചേർത്ത് പിടിക്കണം. പിതാവേ, ഞങ്ങൾ തിരികെ വരികയാണ്. ഇന്നു തൊട്ട് ഞങ്ങൾക്ക് ഒരു ദൈവമേ ഉള്ളൂ, ഒരു സത്യമേ ഉള്ളൂ. ഞങ്ങളിതാ വാക്ക് തരുന്നു, യേശു എന്ന വലിയ നാമത്തിൽ എൻ്റെ ആത്മീയ ജീവിതത്തെ,
എൻ്റെ ശാരീരിക ജീവിതത്തെ ഞാൻ തിരികെ എടുക്കുന്നു. ഈ ഒരു വർഷത്തിന് ഞാൻ വിട പറയുമ്പോൾ ഈ കർട്ടൻ താഴേക്ക് പതിക്കുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി ഒരു പുതിയ ചേഞ്ചോടുകൂടി ഞാൻ നിന്നിലേക്ക് എടുക്കുന്നു. ദൈവമേ, എന്നെ സ്വീകരിക്കണമേ. ഹല്ലേലൂയ. ചോസൻ്റെ ഹോംവർക്കിൻ്റെ ടൈമാണിത്. ഷെക്കിന ചാനലും ക്രൈസ്റ്റ് കൾച്ചറും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത് ഒരു വലിയ സത്യമാണ്. ഈ ഒരു ഹോംവർക്കിൽ ഒരു കാര്യം മാത്രമേ ഇന്ന് ചോസൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. 365 ഡേയ്സിൽ ഒരു ദിവസം നിങ്ങൾക്കായി മാറ്റിവെക്കുക. ഒരേ ഒരു ദിവസം നിങ്ങൾക്കായി മാറ്റിവെക്കുക. അത് സ്പിരിച്വൽ ഓഡിറ്റിങ്ങിൻ്റെ ഒരു ദിവസമാക്കി ദൈവം മാറ്റുകയാണ്. ആത്മഹത്യയോ സൂയിസൈഡിൻ്റെ ടെൻഡൻസിയോ ഒന്നിനും പരിഹാരമല്ല. ഈ ഒരു വർഷം ദൈവം നമ്മളെ ഉയർത്തും. അടുത്തത് കാത്തിരിക്കുന്നത് വളരെ അനുഗ്രഹപ്രദമായ വർഷമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.